നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡ്വാൻസ് ടാക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വാൻസ് ടാക്സ് എന്താണ്, ആരൊക്കെ പേ ചെയ്യണം, എന്നാണ് പേ ചെയ്യേണ്ടത്, പേ ചെയ്തിട്ടില്ലെങ്കിലുള്ള പെനാൽറ്റി അഥവാ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് അഡ്വാൻസ് ടാക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. അതിനായി നമ്മൾ രണ്ട് ടേംസ് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രീവിയസ് ഇയർ അഥവാ ഫിനാൻഷ്യൽ ഇയർ. നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന് ഇൻകം ടാക്സ് ടേംസിൽ പ്രീവിയസ് ഇയർ എന്നാണ് പറയുക. നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്ന വർഷത്തെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുക. എന്നാൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ നെക്സ്റ്റ് ഇയർ ആണ്. അതായത് 2020-21 സാമ്പത്തിക വർഷത്തിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുക 2021-22 വർഷത്തിലായിരിക്കും. ഈ 2020-21 ഇയറിനെ പ്രീവിയസ് ഇയർ എന്നും 2021-22 നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വർഷത്തെ അസസ്മെൻറ്റ് ഇയർ എന്നും പറയുന്നു. സോ ഇൻകം ഏൺ ചെയ്യുന്ന വർഷമാണ് പ്രീവിയസ് ഇയർ. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കുന്ന വർഷമാണ് അസസ്മെൻറ്റ് ഇയർ. ഇനി എന്താണ് അഡ്വാൻസ് ടാക്സ് എന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഇയർ അഥവാ പ്രീവിയസ് ഇയറിൽ 1 ഏപ്രിൽ മുതൽ നെക്സ്റ്റ് ഇയർ 31 മാർച്ച് വരെ, ഫിനാൻഷ്യൽ ഇയറിൻ്റെ 1 ഏപ്രിൽ തുടങ്ങി 31 മാർച്ച് വരെ നമ്മൾ പേ ചെയ്യുന്ന ഇൻകം ടാക്സിനെ അഡ്വാൻസ് ടാക്സ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ 2021-22 അസസ്മെൻറ്റ് ഇയറിൻ്റെ ടാക്സ് നമ്മൾ 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ പേ ചെയ്യുകയാണെങ്കിൽ അതിന് അഡ്വാൻസ് ടാക്സ് എന്ന് പറയും. എന്നാൽ നമ്മൾ അതിന് ശേഷം, അതായത് അസസ്മെൻറ്റ് ഇയറിൽ എന്തെങ്കിലും ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ, ബാലൻസ് ആയി എന്തെങ്കിലും ടാക്സ് പേ ചെയ്യാനുള്ളത് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്നാണ് പറയുക. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എങ്ങനെ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേ ചെയ്യണമെന്നും അതിലുണ്ട്. അപ്പോൾ എന്താണ് അഡ്വാൻസ് ടാക്സ് എന്ന് മനസ്സിലാക്കി ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ അഥവാ പ്രീവിയസ് ഇയറിൽ തന്നെ പേ ചെയ്യുന്ന ടാക്സിനെയാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. ആരൊക്കെ ടാക്സ് അഡ്വാൻസ് ആയി അടയ്ക്കണം? നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ടാക്സ് ലയബിലിറ്റി 10,000 രൂപയിൽ കൂടുതൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. അതായത് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ആ വർഷത്തെ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് അതിന്മേൽ ടാക്സ് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ പേ ചെയ്ത് പോകേണ്ടതാണ്. അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പേ ചെയ്യാൻ വെയിറ്റ് ചെയ്യരുത്. ഇനി എക്സംഷൻ ഉള്ളത് റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺസ് നോട്ട് ഹാവിംഗ് പ്രോഫിറ്റ്സ് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. PGBP അഥവാ ബിസിനസ് ഇൻകം ഇല്ലാത്ത റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺസിന് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. സോ 10,000 കൂടുതലാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി എങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. എന്നാൽ റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ ബിസിനസ് ഇൻകം ഇല്ലാത്തവർക്ക് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടതില്ല. അടുത്തതായി എങ്ങനെയാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സാധാരണയായി നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റിക്കും ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. എല്ലാ ഡിഡക്ഷൻസും അലവൻസസും എക്സംഷൻസും കൺസിഡർ ചെയ്തിട്ട് വേണം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. ഒരു വ്യത്യാസം മാത്രമുണ്ട്. ഇവിടെ എസ്റ്റിമേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ഫിനാൻഷ്യൽ ഇയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ ആ വർഷത്തെ ഇൻകം ടാക്സ് ലയബിലിറ്റി എത്ര വരുമെന്ന് കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അഡ്വാൻസ് ടാക്സ് നമ്മൾ ക്വാർട്ടർലി ആണ് പേ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജൂൺ 15 മുമ്പാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത്. ആ ഇൻസ്റ്റാൾമെന്റ് 15% ഓഫ് ദ ടാക്സ് ലയബിലിറ്റി നമ്മൾ അടയ്ക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് ആ ഫിനാൻഷ്യൽ ഇയറിലെ എത്ര ലയബിലിറ്റി വരുമെന്ന് അറിയണമെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ എക്സ്പീരിയൻസ് വെച്ച് അഥവാ നമ്മുടെ ബിസിനസ് ഇൻകത്തിന്റെ പ്രൊജക്ഷൻസ് വെച്ചെല്ലാം നമ്മൾ ഇൻകം അണ്ടർ അതർ ഹെഡ്സ് എസ്റ്റിമേറ്റ് ചെയ്യണം. അതിനുശേഷം എന്തെങ്കിലും ബ്രോഡ് ഫോർവേഡ് ലോസസും ഡിപ്രീസിയേഷനും ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എസ്റ്റിമേറ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ചാപ്റ്റർ 6 ഡിഡക്ഷൻസ്, നിങ്ങൾ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതെല്ലാം ഡിഡക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഇൻകം കിട്ടുന്നതായിരിക്കും. ഈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ 26 ASൽ അല്ലെങ്കിൽ ഫോം 16-16Aയിൽ TDS എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച ശേഷം ബാലൻസ് പേ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി. ഈ അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി നിങ്ങൾ പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേ ചെയ്യേണ്ടത്.
ഡ്യൂ ഡേറ്റ്സ് ആണ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. എത്ര എമൗണ്ട് പേ ചെയ്യണം എന്നതാണ് സെക്കൻഡ് കോളം. നിങ്ങൾ അഡ്വാൻസ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് ഒരു വർഷത്തേക്ക് 1,00,000 രൂപ വരുമെന്ന് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ 15%, അതായത് 15,000 രൂപ നിങ്ങൾ 15th ജൂണിന് മുമ്പ് അടയ്ക്കണം. 45%, അതായത് 45,000 റുപ്പീസ് എങ്കിലും 15 സെപ്റ്റംബറിന് മുമ്പ് അടയ്ക്കണം. 75% 15th ഡിസംബറിന് അടയ്ക്കണം. അതുപോലെ 100% ഓഫ് അഡ്വാൻസ് ടാക്സ് 15th മാർച്ചിന് മുമ്പ് അടയ്ക്കണമെന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 100% ഓഫ് ദ അഡ്വാൻസ് ടാക്സ് 15th മാർച്ചിന് അടച്ചാൽ മതി. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ കേസ് ആണെങ്കിൽ നിങ്ങൾ 15%, 45%, 75% അങ്ങനെ ക്വാർട്ടർലി അടയ്ക്കണമെന്നില്ല. 100% ഓഫ് ദ അഡ്വാൻസ് ടാക്സ് 15th മാർച്ചിന് മുമ്പ് അടച്ചാൽ മതിയാകും. അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടത് ചലാൻ നമ്പർ 280 അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇനി അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാനായിട്ട് നമ്മൾ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റായ incometax.gov.in പോവുക. അതിനുശേഷം അവർ സർവീസസ് ഓപ്ഷനിൽ ഇ പേ ടാക്സ് എന്നൊരു ടാബ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ NSDLൻ്റെ ഒരു വെബ്സൈറ്റിലോട്ട് പോകുന്നതാണ്. അവിടെ ചലാൻ നമ്പർ 280 ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻകം ടാക്സ് സെലക്ട് ചെയ്യുക. ഒരു ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് 100 അഡ്വാൻസ് ടാക്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെറ്റ് ബാങ്കിങ് അഥവാ ഡെബിറ്റ് കാർഡ് വഴി നമുക്ക് ടാക്സ് പേ ചെയ്യാവുന്നതാണ്. പെർമനന്റ് അക്കൗണ്ട് നമ്പർ അസസ്മെന്റ് ഇയറും കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ ഫിനാൻഷ്യൽ ഇയർ അല്ല കൊടുക്കേണ്ടത്, അസസ്മെന്റ് ഇയർ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2021-22 ഞാൻ പേ ചെയ്യുമ്പോൾ അസസ്മെന്റ് ഇയർ ആയി സെലക്ട് ചെയ്യേണ്ടത് 2022-23 ആണ്. അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക. ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ബാങ്കിൻ്റെ സൈറ്റിലോട്ട് ഡയറക്റ്റ് ആവുന്നതാണ്. അവിടെ ടാക്സ് എമൗണ്ട് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യാവുന്നതാണ്. സാധാരണയായി നിങ്ങൾ നെറ്റ് ബാങ്കിങ് ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുന്നത് പോലെ തന്നെ. അതിനുശേഷം നമുക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ അഡ്വാൻസ് ടാക്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അസസ്മെന്റ് ഇയർ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ 26 days ത്രൂ ഇൻകം ടാക്സ് റിട്ടേണിൽ കയറി വരുന്നതായിരിക്കും. അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടില്ലെങ്കിലുള്ള ഇൻട്രസ്റ്റ് അഥവാ പെനാൽറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234B, അതായത് ഇൻട്രസ്റ്റ് ഫോർ ഷോർട്ട് ഓർ നോൺ പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. ഇത് ആപ്ലിക്കബിൾ ആവുന്നത് നിങ്ങൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ നിങ്ങൾ പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് 90% ഓഫ് ടാക്സ് ലയബിലിറ്റിയിൽ കുറവാണെങ്കിൽ ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവും. നമ്മുടെ ഷോർട്ടേജ് എത്രയാണോ അതിന് 1% പെർ മന്ത് ഇൻട്രസ്റ്റ് ഫ്രം 1st April ടു ആക്ച്വൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് പേ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഷോർട്ട് പേയ്മെന്റിനുള്ള ഇൻട്രസ്റ്റ് ആണ്. അടുത്തതായി ഡെഫർമെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെന്റ്സിനുള്ള ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234C നമുക്ക് നോക്കാം. അതായത് നമ്മൾ കണ്ടു ഓരോ ഇൻസ്റ്റാൾമെന്റിൽ ഇത്ര പെർസെന്റേജ് പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വാർട്ടർലി ഇത്ര പെർസെന്റേജ് പേ ചെയ്യണമെന്ന്. അതിൽ കുറവ് വരുത്തുകയാണെങ്കിലും നിങ്ങൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതാണ്. അങ്ങനെ കുറവ് വരുത്തിയ എമൗണ്ടിന് 1% പെർ മന്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതാണ്. അതിന് ഡീറ്റെയിൽ കമ്പ്യൂട്ടേഷൻ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 234B, 234C സെക്ഷനിലെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വരും. സെക്ഷൻ 234Cയിലുള്ള ഇൻട്രസ്റ്റിന് ഒരു എക്സംഷൻസ് ഉള്ള കേസസ് ഇതാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ കണ്ടു 15% അടയ്ക്കണമെന്ന്. അത് 12% വരെ അടയ്ക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആവില്ല. അതുപോലെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 45% ആണ് അടയ്ക്കേണ്ടത്. അത് 36% വരെ അടയ്ക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234C ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ചില ഇൻകം നമുക്ക് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ഗെയിൻസ്. ഞാൻ ചിലപ്പോൾ മാർച്ചിലായിരിക്കും ആ ക്യാപിറ്റൽ ഗെയിൻസ് ഏൺ ചെയ്തത്. എങ്ങനെയെങ്കിൽ എനിക്ക് അതിന്റെ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിൽ അതിന്റെ പെർസെന്റേജ് പേ ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനത്തെ കേസസിൽ എക്സംഷൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആവില്ല പ്രൊവൈഡഡ് നിങ്ങൾ 31st മാർച്ചിന് മുമ്പ് ടോട്ടൽ അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി പേ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കണ്ടു അഡ്വാൻസ് ടാക്സ് ഷോർട്ടേജ് വന്നാൽ ഇൻട്രസ്റ്റ് വരുന്നതാണ്. അതിനാൽ തന്നെ അഡ്വാൻസ് ടാക്സ് കറക്റ്റായി എസ്റ്റിമേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾമെന്റ്സ് പേ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ച് കൂടിപ്പോയാൽ നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അഡ്വാൻസ് ടാക്സ് പേ ചെയ്ത് കുറഞ്ഞു പോയാൽ സെൽഫ് അസസ്മെന്റ് ടാക്സ് ആയി അസസ്മെന്റ് ഇയറിൽ പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്ഷൻ 234Bയിലുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതാണ്. സെൽഫ് അസസ്മെന്റ് ടാക്സിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞതുപോലെ മുകളിൽ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും അഡ്വാൻസ് ടാക്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നന്ദി.